പോയപ്പോൾ വെള്ളത്തിലൊരു അപകടം സംഭവിക്കുകയും അതിലൂടെ മരണപ്പെട്ടു പോകുകയും ചെയ്ത വാർത്ത നമ്മെ എല്ലാവരെയും കണ്ണീരിനാണ് ആഴ്ത്തിക്കൊണ്ട് ആ വാർത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. കാരണം ഒരു ആള് മരണപ്പെടുമ്പോൾ നമ്മളെല്ലാവരും മരണപ്പെടുന്നവരാണ്. എങ്കിലും ഒരു യുവാവ് വിദേശത്ത് പോയി ജോലിക്ക് പോയി നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടേണ്ട എന്ന് മാത്രമല്ല, നാടിനും അവരുടെ വീടിനും ഉപകാരപ്രദമായ ഒരു പയ്യൻ, ഒരു യുവാവ് മരിച്ചിട്ടതിൻ്റെ മയ്യത്താണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ വളരെ വേദനാജനകമായ ഒരവസ്ഥയിലാണ് അത് നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. വളരെ വേദനയോടുകൂടി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അനുസ്മരണം ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണം. സാധാരണ എല്ലാ വിധത്തിലും ഇങ്ങനെയുള്ള പരിപാടികളിൽ വളരെ ഉത്സാഹത്തോടു കൂടി ആരെന്ത് പറഞ്ഞാലും വളരെ ഉത്സാഹത്തോടു കൂടി വരികയും നമുക്കാവശ്യമായ ഏത് പ്രവർത്തനം നോക്കി നിൽക്കാതെ എടുക്കാൻ തയ്യാറാവുന്ന, പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന, വളരെ സജീവമായി മുന്നോട്ട് വരുന്ന ഉത്സാഹഭരിതനായ ഒരു യുവാവാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ യുവാവിൻ്റെ പരലോകം, ആഷിഖിൻ്റെ പരലോകം റബ്ബ് സുബ്ഹാനഹു തആല വലിയ വിജയത്തിലാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രമല്ല, ആ കബറിടം സ്വർഗത്തിന്റെ തോപ്പുകളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ആദ്യം ഈ കബറിടത്തിൽ കബർ മറമാടിയതിൻ്റെ ശേഷം കുറേ യുവാക്കൾ അവിടെ ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് പല ചാനലുകൾക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇവിടെ ഈ ലൈവ് ചെയ്യുന്ന ചാനലുണ്ട്, സമാൻ എന്നാണ് അതിൻ്റെ പേര് അല്ലേ. സമാൻ എന്ന് പറയുന്ന ആ ചാനലിൽ അവർ ചെയ്ത ആ പ്രക്ഷേപണം, ആ വീഡിയോ 10 ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് എന്നാണ്. ഞാൻ വെറുതെ പറയുന്നില്ല, നമ്മുടെ ചാനലിൻ്റെ ആള് തന്നെ ഇവിടെ ഉണ്ട്, അവരോട് ചോദിച്ചാൽ മനസ്സിലാകും. 10 ലക്ഷത്തോളം ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾ, 10 ലക്ഷം ആളുകൾ അതിനു വേണ്ടി ലൈക്ക് ചെയ്യുകയും അതിനു വേണ്ടി കമൻ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഒരിക്കലും ഞാനിത് കളവ് പറയുന്നതല്ല, നമ്മുടെ ചാനലിൻ്റെ ആൾ തന്നെ ഇവിടെ ഉണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് ഓരോ ആളുകൾക്കും, അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉസ്താദ് വെള്ളിയാഴ്ച കഴിഞ്ഞ ജുമാക്ക് ശേഷം പറയേണ്ടായി. അതായത് ആഷിഖ് എന്ന് പറയുന്ന ഈ കുട്ടി ചെറിയ പ്രായമാണ്, വലിയ പ്രായമൊന്നുമല്ല, 20-22 വയസ്സ് ഉള്ള ഒരു പയ്യനാണ്. അപ്പോൾ ഏതാണ്ടൊരു 18-15 വയസ്സിൻ്റെ ശേഷമാണ് പ്രായപൂർത്തി ഉണ്ടാവുന്നത്. അതിൻ്റെ ശേഷം ഒരു 10 വർഷത്തെ കണക്ക് മാത്രം റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞാൽ മതി. കുറേ കാലത്തെ ദുനിയാവിലുള്ള ഓരോ മണിക്കൂറുകളെയും ഓരോ മിനിറ്റുകളുടെയും കണക്കുകൾ നാളെ മഹ്ശറയിൽ അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരുമ്പോൾ നമുക്കൊക്കെ കുറേയേറെ വർഷങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ ഈ പയ്യന്, നമ്മുടെ ആഷിഖിന് പറയേണ്ടി വരുന്നത് ഒരു 10 വർഷത്തെ കണക്ക് മാത്രമായിരിക്കും. അങ്ങനെ 10 വർഷത്തെ കണക്ക് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞ രീതിയിൽ വലിയ കുറ്റങ്ങളോ വലിയ അരാധീനതകളോ റബ്ബ് സുബ്ഹാനഹു തആല പൊരുത്തപ്പെടാത്ത കാര്യങ്ങളോ അനിസ്ലാമികമായ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ആ പയ്യൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ വല്ലതും അറിയാതെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി സ്വർഗത്തിൻ്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ആളുകളും എല്ലാ ദിവസവും എല്ലാവരും ഓതി കൊടുക്കുന്നുണ്ട്. ഒരു ഫാത്തിഹ എങ്കിലും ഓതിയിട്ട് നമ്മൾ ഈ അനുസ്മരണത്തിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു ഫാത്തിഹ ഓതി ആ
ആഷിഫിനെ അതിയ ചെയ്യുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ അനുസ്മരണ യോഗത്തിൽ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, ആഷിഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാവ് ഉമ്മ ഒരപകടത്തിലാണ് മരണപ്പെട്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരപകടത്തിൽ മരണപ്പെട്ടു ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ്. അതും നമ്മളെ വളരെയേറെ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. സാധാരണ മരണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ അങ്ങോട്ട് വേദനിപ്പിക്കും. എല്ലാവരും മരിക്കും, നമ്മളൊക്കെ മരിക്കും, നമ്മളെ ഉപ്പാറും അതുപോലെ തന്നെ വലിയപ്പാറും പലരുടെയും ഉമ്മമാരും മക്കളും ഒക്കെ മരിച്ചിട്ടുണ്ട്, നമ്മളും മരിക്കും. പക്ഷെ ചില മരണങ്ങൾ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിച്ച് അങ്ങോട്ട് ആവലാതിപ്പെടുത്തുന്ന മരണങ്ങളുണ്ട്. അത്തരം മരണങ്ങളാണ് ഈ ആഷിഖിൻ്റെ ഉമ്മാൻ്റെ മരണവും അതുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ ആ ഉമ്മാൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗത്തിൻ്റെ തോപ്പുകളിൽ ഉൾപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അവരുടെ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട്, നാട്ടുകാരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഒരനുസ്മരണം നടത്തിക്കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ മദ്രസയിൽ കുറേ കുട്ടികൾ ഹിഫ്ദ് ക്ലാസ്സിന് വരുന്നുണ്ട്. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. ഏതാണ്ട് 10 കുട്ടികൾ 11 കുട്ടികൾ ഒരു ജ്യൂസ്, അതായത് ഒരു ജ്യൂസ് മുഴുവനും കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. അവർ ഒരു ജ്യൂസ് ഹിഫ്ദ് ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളിവിടെ ഇത് ആദ്യമായി ഇത് നിലനിർത്താൻ വേണ്ടി ഉസ്താദും നമ്മളൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് കാലം പോയിട്ട് എത്ര കുട്ടികൾ പഠിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല, എങ്കിലും നമ്മൾ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ജമായത്ത് കമ്മിറ്റിയുടെയും പ്രത്യേകിച്ച് ഉസ്താദന്മാരൊക്കെ അതിന് ഞങ്ങൾ ചെയ്താമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചത്. അതിന് പ്രധാന കാരണം നമ്മുടെ മദ്രസയിൽ ഈ നബിദിന പരിപാടിയോടനുബന്ധിച്ചുകൊണ്ട് ഹിഫ്ദ് മത്സരം വെച്ചിരുന്നു. ഹിഫ്ദ് മത്സരിച്ചപ്പോൾ ആ മത്സരത്തിൽ ഏതാണ്ട് 21ഓളം കുട്ടികൾ ഹിഫ്ദ് മത്സരത്തിൽ പെൺകുട്ടികൾ പങ്കെടുത്തു. ആ മത്സരത്തിൽ ഒരു കുട്ടി പോലും ഫെയിലാവാതെ പുറത്താവാതെ എല്ലാ കുട്ടികളും 1ാം പ്രൈസ്, അതായത് 1ാം സമ്മാനം നേടിക്കൊണ്ട് ഫസ്റ്റ് പ്രൈസ് നേടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ എന്നെ ഉസ്താദോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടികൾ നല്ല ഒരു നിലവാരത്തിലുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ഹിഫ്ദ് ക്ലാസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലതാണ്, അത് മുന്നോട്ട് പോകും എന്ന് നമ്മൾ പറയുകയും അതനുസരിച്ച് ഉസ്താദും അതുപോലെ നമ്മുടെ ഹാഫിദ് ഉസ്താദൊക്കെ അതിനു വേണ്ടി നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണമായി 10-11 കുട്ടികൾ ഇവിടെ ഹിഫ്ദ് ക്ലാസ്സിൽ ഫസ്റ്റ് ജൂദ്, അതായത് 1ാമത്തെ ജുസ് കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ, അല്ലാഹനെ സ്തുതിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മദ്രസയിൽ, നമ്മുടെ മണിയമ്പാറ മഹല്ലിൽ ഒരു 11 കുട്ടികളെങ്കിലും ഒരു ജൂസെങ്കിലും കാണാപ്പാഠം പഠിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ ജമായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജമായത്ത് കമ്മിറ്റിക്കും ഈ നാട്ടുകാർക്കും വലിയൊരു അഭിമാനം കൊള്ളാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ആ കുട്ടികളെ നാളത്തെ പരിപാടിയിൽ അനുമോദിക്കണം എന്ന് സിറാജുൽ ഹുദ ദഫ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നാളത്തെ പരിപാടിയിൽ ആ കുട്ടികളെ അനുമോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ വലിയ ഭയത്തോടുകൂടി കണ്ട SIR എന്ന് പറയുന്ന ഒരു പരിപാടി